ഇന്ത്യ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്നൊരു പേര് പുരാതന കാലത്തുണ്ടായിരുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ഭാരതം ഉൾപ്പെടുന്ന ഈ ഒരു റീജിയൺ മൊത്തത്തില് ജംബു ദ്വീപ് അഥവാ ജംബു ദ്വീപ എന്ന പേരിൽ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നു എന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം എവിഡൻസുകളുണ്ട്. ഹിന്ദു, ബുദ്ധിസ്റ്റ്, ജൈൻ സ്ക്രിപ്ചേഴ്സിൽ ജംബു ദ്വീപിനെ കുറിച്ച് വ്യക്തമായി പരാമർശമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ സങ്കല്പങ്ങൾക്കുമൊക്കെ അപ്പുറമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഭാരതം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യ ഉൾപ്പെടുന്ന വിശാലമായ ജംബു ദ്വീപ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെയിം കൾച്ചർ ലോകം മൊത്തം സ്പ്രെഡ് ആയിരുന്ന ഒരു കാലഘട്ടമുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ജംബു ദ്വീപ് എന്ന് പറഞ്ഞാൽ ജംബു ട്രീ അഥവാ ഇന്ത്യൻ റോസ് ആപ്പിൾ ട്രീ എന്നറിയപ്പെടുന്ന ഈ ജംബു ട്രീ വ്യാപിച്ചു കിടന്നിരുന്ന സ്ഥലം എന്നായിരിക്കാം അർത്ഥം. കാരണം ജംബു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജംബു ട്രീനെ തന്നെയാണ്. ദ്വീപ എന്ന് പറയുന്നത് കോണ്ടിനെന്റോ അല്ലെങ്കിൽ ഐലൻഡോ എന്ന അർത്ഥമാണ് വരുന്നത്. അപ്പോ ലാൻഡ് ഓഫ് ജംബു ട്രീസ് എന്ന അർത്ഥമായിരിക്കാം ഈ ജംബു ദ്വീപ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഈ ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ഭൂമിയിൽ 7 ഭൂഖണ്ഡങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ ജംബു ദ്വീപ് അതിലൊന്നായിരുന്നു. പത്മപുരാണം, വിഷ്ണു പുരാണം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. 7 ദ്വീപുകൾ അഥവാ 7 കോണ്ടിനെന്റുകളായിട്ടാണ് ലോകത്തെ അക്കാലത്ത് വിഭജിച്ചിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഖണ്ഡമാണ് ജംബു ദ്വീപ് എന്ന് അറിയപ്പെട്ടിരുന്നത്. അന്ന് ഈ ഭൂഖണ്ഡങ്ങളെ അവർ വേർതിരിച്ചിരുന്നത് വേറൊരു രീതിയിലാണ്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. പക്ഷേ അന്നത്തെ പുരാതന ഗ്രന്ഥങ്ങളിൽ 7 ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 7 ഭൂഖണ്ഡങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ശാസ്ത്രലോകം പറയുന്നത്. പക്ഷേ ഇവിടെ രണ്ടും തമ്മിൽ ചില ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇവിടെ നമ്മൾ പ്രധാനമായി സംസാരിക്കാൻ പോകുന്നത് ജംബു ദ്വീപിനെ കുറിച്ച് തന്നെയാണ്. 7 ഭൂഖണ്ഡങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജംബു ദ്വീപായിരുന്നു. ജൈനമത ഗ്രന്ഥങ്ങളിലും ഹിന്ദുമത ഗ്രന്ഥങ്ങളിലും ബുദ്ധിസ്റ്റ് കോസ്മോളജിയിലും എല്ലാം തന്നെ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അല്ലാതെ വെറുതെ വായുവിൽ നിന്ന് രൂപപ്പെട്ട ഒന്നൊരു കാര്യമല്ല. ഇതിനെക്കുറിച്ച് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ധാരാളമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം നിലനിന്നിരുന്നു, അല്ലെങ്കിൽ ജംബു ദ്വീപ് എന്ന് പറയുന്ന പേരിൽ ഒരു കാലത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റും ഏഷ്യയുടെയും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെയും ഒക്കെ ഭാഗം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം അറിയപ്പെട്ടിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് അനുസരിച്ച് ജംബു ദ്വീപ് എന്ന് പറയുന്നത് ഏറ്റവും വലുതും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ലാൻഡ്മാസ് എന്നുമാണ് അതിനകത്ത് വ്യക്തമാക്കുന്നത്. ബുദ്ധിസത്തിൽ പറയുന്നത് അനുസരിച്ച് 4 ഗ്രേറ്റ് കോണ്ടിനെന്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മനുഷ്യർ ഏറ്റവും അധികം വസിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് ജംബു ദ്വീപ് എന്നാണ്. ജൈനിസത്തിൽ പറയുന്നത് ഒരു മാസീവായിട്ടുള്ള സർക്കുലർ കോണ്ടിനെന്റ് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ജംബു ദ്വീപ് എന്ന് പറയുന്നത് എത്രത്തോളം പ്രദേശങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാകാമെന്ന് ചോദിച്ചാൽ, അതായത് ഒരുപക്ഷെ ഇന്നത്തെ ഇന്ത്യ, ടിബറ്റ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് പൂർണ്ണമായിട്ട്, അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നമ്മുടെ നേപ്പാള്, ഭൂട്ടാൻ, നമ്മുടെ ശ്രീലങ്ക, ഇതെല്ലാം ഉൾപ്പെടെ, ഇതിനോടൊപ്പം തന്നെ ചൈന, മ്യാൻമാർ, തായ്ലൻഡ്, ഇതിനോടെല്ലാം ചേർത്തുകൊണ്ട് യൂറോപ്പ് വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിന്റെ വരെ അതിർത്തികളിലേക്ക് നീണ്ടു കിടക്കുന്ന വിശാലമായ പ്രദേശമായിരുന്നു അത്രേ ജംബു ദ്വീപ് എന്ന് പറയുന്നത്. ജൈന മത വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ ജൈന ഗ്രന്ഥങ്ങളിൽ അത് ഭൂമി ഒട്ടാകെ വ്യാപിച്ചു കിടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അത്രത്തോളം അതിന് കൂടുതൽ എവിഡൻസ് കണ്ടെത്താൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ എവിഡൻസ് വളരെ കുറവാണ്. ജൈന ഗ്രന്ഥങ്ങളിലെ ജംബു ദ്വീപ് എന്ന് പറയുന്നത്, വൃത്താകൃതിയിലുള്ള ജംബു ദ്വീപ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൾച്ചർ ഇന്ത്യ എന്ന നമ്മുടെ ഭാരതം എന്ന് പറയുന്ന രാജ്യത്ത് മാത്രമായിട്ടല്ല, എൻറ്റയർ വേൾഡിൽ നമ്മുടെ ഭൂമി മുഴുവൻ വ്യാപിച്ചിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതിനെ അവർ സർക്കുലർ എന്നുള്ള രീതിയിൽ, വൃത്തം എന്നുള്ള രീതിയിൽ അവരൊരു എക്സാമ്പിൾ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. എന്നാൽ ബുദ്ധിസ്റ്റ് ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ ഹിന്ദു മത പുരാണങ്ങളിലും ഒക്കെ കിട്ടുന്ന എവിഡൻസ് അനുസരിച്ച് അത് ഏഷ്യയിലും യൂറോപ്പിലും നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ, ഏഷ്യയിൽ തന്നെ മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിന്റെ ഭാഗങ്ങളിലും, ഒപ്പം ഈ പറയുന്ന നമ്മുടെ ചൈനയുടെ, ടിബറ്റിനപ്പുറം ചൈനീസ് അതിർത്തികളിലേക്കുമായി വ്യാപിച്ചു കിടന്നിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇവിടെ മറ്റൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അശോകന്റെ കാലഘട്ടത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. മൗര്യ സാമ്രാജ്യ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത്, ഭാരതത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അപ്പോൾ മൗര്യ കാലഘട്ടത്തിലെ അതിന്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചാൽ പലരും 5.5 മില്യൺ കിലോമീറ്റർ സ്ക്വയർ എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇന്നത്തെ ഇറാനിലേക്കും പാകിസ്ഥാനിലേക്കും അതോടൊപ്പം തന്നെ മ്യാൻമാറിലേക്കും ടിബറ്റിന്റെ കുറെ ഭാഗങ്ങളിലേക്കും ഒക്കെ ആയിട്ട് വളരെ വ്യാപിച്ചു കിടന്നിരുന്ന ഒരു വലിയ സാമ്രാജ്യം. 5.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യയേക്കാൾ വളരെ വളരെ വലുതാണ്. അത്രയും വലിയ ഒരു പ്രദേശമുണ്ടെന്നാണ്
പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷേ മുമ്പ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിലെ മൗര്യ സാമ്രാജ്യത്തിന്റെ വലിപ്പം ഇതായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ കണക്കുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തത്. ക്രിസ്തുവിന് മുമ്പ്, അതായത് BCE 302 ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തില് മൗര്യ എംപയർ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു എന്ന് പറഞ്ഞത് ഗ്രീക്ക് അംബാസിഡർ ആണ്. അതായത് അന്നത്തെ മൗര്യ സാമ്രാജ്യത്തിലേക്ക് അംബാസിഡറായിട്ട് ഗ്രീക്കിൽ നിന്ന് വന്നിരുന്ന മെഗസ്തനീസ് ആണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഇന്ത്യക്ക എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ റെഫറൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അന്നത്തെ മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത് 10-15 മില്യൺ സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ വലുതായിരുന്നിരിക്കണം. കാരണം ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നിരിക്കണം. കാരണം അദ്ദേഹം പറയുന്ന റെഫറൻസ് അനുസരിച്ച് ഏതാണ്ട് തുർക്കി വരെ നീണ്ടു കിടക്കുന്ന അതിവിശാലമായ ഒരു സാമ്രാജ്യമാണ് എന്നാണ് ഇന്ത്യയിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ പിൽക്കാലത്ത് പല സാമ്രാജ്യങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ബ്രിട്ടീഷ് എംപയർ ഏതാണ്ട് 35.5 മില്യൺ സ്ക്വയർ കിലോമീറ്റർ കൺട്രോൾ ചെയ്തിരുന്ന കാലമുണ്ട് 1583 1997 ഇടയിൽ. മംഗോൾ എംപയർ ഏതാണ്ട് 24 മില്യൺ കിലോമീറ്റർ സ്ക്വയർ കൺട്രോൾ ചെയ്തിരുന്ന കാലമുണ്ട് 1206 1368 ഇടയിൽ. ഇതെല്ലാം സിയിൽ നടന്ന കാര്യങ്ങളാണ്. റഷ്യൻ എംപയറും 1721 ശേഷം ഏതാണ്ട് 22.8 മില്യൺ സ്ക്വയർ കിലോമീറ്റർ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അതിനൊക്കെ മുമ്പ് നമ്മൾ സംസാരിക്കുന്ന BCEയിലെ കാര്യമാണ്. പ്രത്യേകിച്ച് അന്ന് മൗര്യ സാമ്രാജ്യത്തിന്റെ കാലത്ത് ഗ്രീക്കുകാരെ തോൽപ്പിച്ചു എന്നതിനും റെഫറൻസ് ഉണ്ട്. അപ്പൊ യൂറോപ്പിലേക്ക് അടക്കം മൗര്യ സാമ്രാജ്യം നീണ്ടിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. മൗര്യ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് ഗ്രീക്കിലെ രാജകുമാരിയെ കല്യാണം കഴിച്ചു കൊടുത്തതിനും തെളിവുകളുണ്ട്. മാത്രമല്ല അംബാസിഡറെ അയച്ചതും അതിന്റെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഈ മൗര്യ സാമ്രാജ്യത്തിന്റെ വിധേയത്വം അംഗീകരിച്ചു എന്നതിന്റെ സൂചനയായിട്ട് വേണം അതിനെ കാണാൻ. അങ്ങനെ നോക്കുമ്പോൾ ജംബൂ ദ്വീപിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെയധികം പൊരുത്തപ്പെടുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം, ജംബൂ ദ്വീപിനെ കുറിച്ച് അശോകന്റെ കാലഘട്ടത്തിൽ ചില റെഫറൻസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ കാണാനായിട്ട് കഴിയും. അശോകന്റെ ശാസനങ്ങളിൽ പലയിടങ്ങളിലും ജംബൂ ദ്വീപ് എന്ന പരാമർശം നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് കീഴിൽ വരുന്ന പ്രദേശങ്ങളെ മൊത്തമായിട്ട് ജംബൂ ദ്വീപ് എന്ന് പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യത്തെ പലപ്പോഴായി വിശേഷിപ്പിക്കുന്നത് ജംബൂ ദ്വീപ് എംപയർ എന്ന പേരിലാണ്. അതിനെ ആദ്യം എല്ലാവരും കരുതിയിരുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നായിരുന്നു. അതായത് ഇന്നത്തെ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ വരെയൊക്കെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളെ. പക്ഷെ അങ്ങനെ അല്ലായിരുന്നുവെന്നും ടിബറ്റ് ഉൾപ്പെടെയുള്ള വലിയ വിശാലമായ ഭാഗം മൗര്യ സാമ്രാജ്യ കാലഘട്ടത്തിൽ, അത് ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിൽ തന്നെ ജംബൂ ദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് വിശാലമായിട്ട് നിലനിന്നിരിക്കാമെന്നും പറയപ്പെടുന്നുണ്ട്. അതിനും മുമ്പേ ഉണ്ടെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പക്ഷേ അത് ഒരുപക്ഷെ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലഘട്ടത്തിലും അത് ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാകാം പിൽക്കാലത്ത് അശോകൻ തന്റെ സാമ്രാജ്യത്തെ ജംബൂ ദ്വീപ് എന്ന് വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഒരു സ്വയം ചക്രവർത്തി എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹം സ്വയം യൂണിവേഴ്സൽ റൂളർ ആണ് എന്ന് പരാമർശിച്ചിട്ടുമുണ്ട്. അതായത് ജംബൂ ദ്വീപ് എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ ഏറ്റവും വലിയ ഒരു ഫോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് അക്കാലത്ത് നിലനിന്നിരിക്കാൻ സാധ്യതയുണ്ട്. അശോകന്റെ ലിഖിതങ്ങളിൽ ജംബൂ ദ്വീപ് ഒട്ടാകെ ബുദ്ധിസം പ്രചരിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അക്കാലത്ത് ബുദ്ധിസം എവിടെയൊക്കെ പ്രചരിച്ചിരുന്നു അവിടെയൊക്കെ തന്നെ അതെല്ലാം തന്നെ ജംബൂ ദ്വീപ് ആയിരുന്നിരിക്കാനും സാധ്യതയുണ്ട്. ഇന്നത്തെ കംബോഡിയ, മ്യാൻമാർ, അതായത് ഒരുപക്ഷെ ഇന്തോനേഷ്യ വരെ നീണ്ടുകിടക്കുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ. മാത്രമല്ല അശോകന്റെ കാലത്ത് ചോള സാമ്രാജ്യത്തെ നിലനിർത്തിയിരുന്നു. എന്ന് വെച്ചാൽ അശോകന് കീഴിലുള്ള രാജാക്കന്മാരായിരുന്നിരിക്കാം ചോള സാമ്രാജ്യ കാലഘട്ടത്തിലെ രാജാക്കന്മാർ, അശോകന് വിധേയപ്പെട്ടവര്. അപ്പോൾ അന്നത്തെ ഒരു ഭരണരീതി വെച്ച് നമ്മൾ നോക്കുമ്പോൾ അശോകൻ എന്ന് പറയുന്ന വലിയ ചക്രവർത്തിയുടെ കീഴിൽ ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഗ്രീക്ക് രാജാവും ചോളന്മാരും ഒക്കെ അശോകന്റെ മേധാവിത്വം അല്ലെങ്കിൽ ചക്രവർത്തി പദം അംഗീകരിച്ചിരുന്ന ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ ഭരണാധികാരികളായിരുന്നിരിക്കാം. അന്നത്തെ ചക്രവർത്തി എന്ന നിലയിലായിരിക്കാം അശോകൻ തിളങ്ങി നിന്നിട്ടുണ്ടാവുക. എന്തായാലും ഒന്നുറപ്പാണ്, നമുക്ക് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. ഒന്നുമില്ലാതെ ഒരിക്കലും ശാസനങ്ങളിലും അല്ലെങ്കിൽ കരിങ്കല്ലുകളിലും ഒന്നും ഈ പേരുകൾ ആരും കൊത്തിവെക്കാറില്ല. തീർച്ചയായിട്ടും ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇതിന് ബന്ധമുണ്ട്. ജംബൂ ദ്വീപ് എന്ന് പറഞ്ഞ് ഒരു കാലത്ത് വിശേഷിപ്പിച്ചിരുന്നത് ഇന്നത്തെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ മാത്രമാണോ, അതോ അതിനേക്കാളൊക്കെ വളരെ വിശാലമായ ഒരു പ്രദേശം ജംബൂ ദ്വീപ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നോ? തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ വീഡിയോകളുമായിട്ട് ഇനിയും വരാം. തൽക്കാലം ബൈ.